പിന്നെ ഈ പറഞ്ഞ ശല്യമല്ലേ ജിഹാദികളിലെ അവിടെ ജമായത്ത് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ തന്നെ ടീമാണ് അവിടെ. ഇവരെ നമ്മൾ ശക്തമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടങ്ങിക്കിടന്നോളും. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നില്ല ബംഗ്ലാദേശിന് അങ്ങനെ ഒരു സപ്പോർട്ട് മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കയ്യിൽ കാശ് തീരാറായി ബംഗ്ലാദേശിൻ്റെ. നാളെ പട്ടിണിയാകും. എന്ത് ചെയ്യാൻ പോകുന്നു ഇവർ? ആരെ ഇവർക്ക് ശാപ്പാട് കൊടുക്കാൻ? ചൈന കൊടുക്കുമോ? ചൈന ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ വളരെ ക്ലവറായിട്ടാണ് പെരുമാറുന്നത്. അവർക്ക് ആശയമില്ലാത്ത കാര്യത്തിൽ അവർ ഇടപെടുകയില്ല. ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. ഇടപെടണമെങ്കിൽ പുറകെ കൂടെ എന്തെങ്കിലും ഇടപെടും എന്നുള്ളതല്ലാതെ അവരുടെ ഒരു പട്ടാളക്കാരനെയോ അവരുടെ നേരിട്ടൊരു ആയുധമോ അവരാർക്കും കൊടുക്കില്ല. പാകിസ്ഥാൻ എന്തൊക്കെയോ പാട്ടയൊക്കെ കൊടുക്കുന്നു. ആ പാകിസ്ഥാൻ അത് ഉപയോഗിക്കാനും അറിഞ്ഞുകൂടാ, ഉപയോഗിക്കാറുമില്ല. ഇപ്പം നമ്മുടെ നേർക്ക് നോക്കിയാൽ തന്നെ നമ്മൾ എന്താണോ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് മെക്കിട്ട് കയറിത്തല്ലും. ആ പവറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ആയുധം കൊടുത്തിട്ട് കാര്യവുമില്ല. അപ്പം അതുകൊണ്ട് ചൈന ബംഗ്ലാദേശിൽ ഇടപെടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ചൈന ഇടപെട്ടാൽ ആ നിമിഷം അമേരിക്ക ഇടപെടും. പിന്നെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുക ഇഷ്യൂ. ബട്ട് നമ്മളെ സമയത്തോളം ഈ ഹിന്ദുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സിവിലൈസേഷണൽ ചുമതലയാണ്. ആ ചുമതല ബോൾഡായിട്ട് നമ്മൾ നിർവഹിക്കുക. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ജാനുവരി 20 അവിടെ ആ കാർന്നവർ വരാനായിട്ട് ഇവിടെ ഈ കാർന്നവർ വെയിറ്റ് ചെയ്യുന്നു ആണ് എൻ്റെ ഒരു റീഡിങ്. അതല്ലാതെ ഇന്ത്യ ചുമ്മാ നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ പോകുന്നില്ല. അങ്ങനെ നിൽക്കാനും സാധ്യമല്ല. നമ്മുടെ തൊട്ട അയൽവക്കത്ത് ഇങ്ങനെ ഈ കൊലപാതകം നടക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനും സാധ്യമല്ല.